ഹലോ, ഈ പൂച്ചേനെ കണ്ടോ? ഇതെന്റെ വീട്ടിൽ വളർത്തുന്ന പൂച്ചയാണ്. ഈ പൂച്ച എന്റെ വീട്ടിലേക്ക് എവിടെന്നോ കയറി വന്നു. ഞാൻ അതിന് ഇഷ്ടത്തോടെ ഒന്നെടുത്ത് കളിപ്പിച്ചിട്ട് ഇറക്കി വിട്ടപ്പോഴത്തേക്ക് അതെനിക്കൊരു പണി തന്നിട്ടാണ് പോയത്. പാട് കണ്ടോ? ഇത് ആ പൂച്ചനെ ഇറക്കി വിട്ടപ്പോൾ എനിക്കൊരു മാന്ത് തന്നിട്ടാണ് പോയത്. ഞാനിത് ഈ കാര്യം വീട്ടിൽ ഒരു രാത്രി ആയപ്പോഴാണ് പറയുന്നത്. പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, നാളെ പോയി ഇഞ്ചക്ഷൻ എടുത്തോ എന്ന് പറഞ്ഞു. അങ്ങനെ ഈ ഇഞ്ചക്ഷൻ എടുക്കാൻ പോകുന്ന പോക്കാണ് ഞങ്ങൾ ഈ കാണുന്നത്. ഫസ്റ്റത്തെ 3 ഇഞ്ചക്ഷൻ ഞങ്ങളുടെ അടുത്തുള്ള ആശുപത്രിയിൽ നിന്ന് എടുത്തിട്ടാണ് ഞങ്ങൾ എറണാകുളത്ത് ജനറൽ ആശുപത്രിയിലേക്ക് വന്നത്. ഇവിടെ വന്ന് ഡോക്ടറിനെ കാണിച്ചപ്പോൾ പറഞ്ഞു 2 മണിക്ക് ഇരിക്കത്തുള്ളൂ, ഫുഡൊക്കെ കഴിച്ചിട്ട്. ഞങ്ങൾ അടുത്തുള്ള കായ്സി ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. ബിരിയാണിയൊക്കെ നല്ല രീതിക്ക് ആസ്വദിച്ച് കഴിച്ച് ഹോസ്പിറ്റലിലേക്ക് വന്നപ്പോഴത്തേക്ക് ഇഞ്ചക്ഷൻ എടുക്കാനുള്ള ടൈമായി. അങ്ങനെ ഇഞ്ചക്ഷനൊക്കെ എടുത്ത് ഫസ്റ്റ് എന്നെ എടുത്തത് അലർജി ഉണ്ടോ ഇല്ലയെന്ന് അറിയാനുള്ള ഇഞ്ചക്ഷൻ ആയിരുന്നു. അതുകൂടാണ്ട് 2 എക്സ്ട്രാ ഇഞ്ചക്ഷനൊക്കെ എടുത്ത് ഞാൻ ആകെ ക്ഷീണിച്ചിരിക്കുകയാണ്. എന്നെ പൂച്ചമാന്തിൻ്റെ വിഷമമാണോ അല്ലെങ്കിൽ ഇരുന്ന് പോസ്റ്റായതിൻ്റെ വിഷമമാണോ എന്ന് എനിക്കറിയത്തില്ല. ഇഞ്ചക്ഷനൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ അകത്തിരുന്ന് ബോറടിച്ച് ഞാൻ പുറത്തൊക്കെ നടന്ന് കറങ്ങി. അങ്ങനെ 2 മണിക്കൂർ കഴിഞ്ഞ് അതൊക്കെ ഊരിയിട്ട് ഞാൻ വീട്ടിലേക്ക് വന്നു. ഈ വീട്ടിലേക്ക് വരുന്ന വഴിക്ക് എൻ്റെ കൈക്ക് വലിയ രീതിക്ക് കുഴപ്പവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, വേദനയൊന്നും ഉണ്ടായിരുന്നില്ല. വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ഒരു വൈകുന്നേരം ആയപ്പോൾ എൻ്റെ കൈൻ്റെ അവസ്ഥയാണിത്. കൈൻ്റെ വിരൽ നിവർത്താൻ പോയിട്ടൊന്നും മടക്കാൻ പോലും പറ്റണില്ല എനിക്ക്. എന്തിന് കൈ പോലും പൊക്കാൻ പറ്റാത്ത അവസ്ഥയാണ് എനിക്കിപ്പോൾ.